എന്റെ അളി നിധി തേടി പോക്കും പരിപാടിയൊക്കെ ഇവിടെ ഈ സമയത്ത് വർക്കൗട്ട് ആവുന്ന എനിക്കറിയില്ലടാ. അപ്പൊ കാർബൺ സിനിമയോ? എടാ അതൊരു നിധി തേടി പോക്ക് മാത്രമല്ലല്ലോ. എടാ ജോലി ഇല്ലാതെ നടക്കുന്ന വലിയ സ്വപ്നങ്ങൾ കൊണ്ട് നടക്കുന്ന എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മൂവിയാണ്. ഭയങ്കര മോട്ടിവേഷൻ അല്ലേ? എന്റെ അളി ഇതും ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. പറ്റും എന്ന് പറ. അപ്പൊ അങ്ങനെ അയാള് കുഴിവെട്ടി അവസാനം വെട്ടുമ്പോ ഒരു ശബ്ദം. എന്താണ് ശബ്ദം? വെട്ടുകൊണ്ടത് ഒരു പൊട്ടുകുറ്റിയലാണ്. അടിപൊളി. ഓ സോറി. ആ പൊട്ടുകുറ്റിയുടെ അകത്തുനിന്ന് നിധി എടുത്ത അയാള് കുഴിച്ചിടും വച്ചിട്ട് പോടാ. നിന്നോട് വാലുച്ചിയുടെ ഓർമ്മിക്കാൻ വന്നല്ലേ? അവന്ന് പോയേ. ഞാനൊരു ചായ ഇടാൻ പോവാ. നിനക്ക് ചായയോ കാപ്പിയോ? എടാ ഞാൻ വേറെന്തോ പറയാൻ വന്നല്ലോ. അവന്ന് പോയേ. ഓക്കെ എൻ്റെ അമ്മോ. ഞാൻ കണ്ടു. പോയേ. ഇവിടെ ഇരിക്കെ, നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് പോവാം. സാം, എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ? ഒരു ലഞ്ച് കഴിക്കാൻ എത്രയൊക്കെ ആലോചിക്കണോ? അല്ല, ഞാൻ വീട്ടിൽ ചെല്ലാൻ ഒരു ടൈം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഹ്, എപ്പോഴും ഒരു റോബോട്ട് പോലെ ഫുൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കുവാണോ? താൻ എന്തിനാ ഈ ജോലി എടുത്തത്? മനുഷ്യരെ കുറിച്ച് പഠിക്കാനല്ലേ? അതെ. ആ, അപ്പം ഞാനും ഒരു മനുഷ്യനാണ്. എന്നെക്കുറിച്ച് ഇരുന്നങ്ങ് പഠിക്കാം. ഓക്കെ, അവിടെ ഇരി. എൻ്റെ അമ്മോ, ഒരു ചിരി കണ്ടല്ലോ മുഖത്ത്. അവൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ പരിപാടികൾ ഒപ്പിക്കും. പക്ഷെ തൻ്റെ അടുത്ത് ഇങ്ങനെ ഇറക്കുമെന്ന് ഞാൻ സത്യമായിട്ടും വിചാരിച്ചില്ല. എന്തായാലും നല്ല ബെസ്റ്റ് കൂട്ടുകാരികളാ. എന്തെങ്കിലും ആയിക്കോട്ടെ, ഇനി അത് വിട്ടേക്കിട്ടോ. ഓക്കെ? സാധാരണ ഞാൻ അങ്ങനെ വിടാറില്ല. പിന്നെന്താ ചെയ്യാ? ഒന്നും ചെയ്തൊന്നുമില്ല. എനിക്ക് ആരോടെങ്കിലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ പിന്നെ ഞാൻ അവരോട് സംസാരിക്കില്ല. അത്രേ ഉള്ളൂ. ഭയങ്കര സീരിയസ് ആണല്ലോ. സീരിയസ് ആയിട്ടൊന്നുമില്ല. ഓരോരുത്തർക്കും ഒരു രീതി ഉണ്ടാവുമല്ലോ. ഞാൻ ഇങ്ങനെയാണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എൻ്റെ അമ്മോ, ഒരു കുഴപ്പമില്ല. വെറുതെ അല്ല നിങ്ങൾ രണ്ട് പേടിച്ചു പോയത്. പക്ഷേ അവളാൾ ഭയങ്കര വിറ്റ. സ്ഥിരമുള്ള പരിപാടിയായത്. ഇങ്ങനത്തെ കുറേ പരിപാടികളുണ്ട് കയ്യിൽ. നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്താലോ? ഓക്കെ. അല്ല സാം, അപ്പം ശരിക്കും സാമിന് ഗേൾ ഫ്രണ്ട് ഇല്ലേ? നോ. ഓ, അപ്പം അതാണല്ലേ അവരോട് അങ്ങനെ പറഞ്ഞേ. എനിക്ക് എന്ത് വേണേലും സാമിനോട് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന്. ആ ഡയലോഗ് എന്തായാലും പൊളിച്ചു. ഞാനൊരു പാസ്ത പറഞ്ഞാലോ എന്ന് ആലോചിക്കാം. സാമിനോ? ഞാൻ പറയാം. ഓക്കെ. എന്ത് ചെയ്യണേ? എന്താ കണ്ടിട്ട് തോന്നണേ? അല്ല, നീ ഇതൊക്കെ എന്തിനാ ചെയ്യണമെന്ന് ചോദിച്ചേ? നീ ചെയ്തരുമോ? ചോദിക്കണ്ടേ? അയ്യോ വേണ്ട. താഴത്ത് കുന്നുകൂടി കിടക്കണില്ലേ സ്വന്തം ഡ്രസ്സൊക്കെ? അതൊന്നും പോയി കഴുകിയിട്ടാ മതി. ചെയ്യണം. പക്ഷെ നല്ല മഴക്കാറുണ്ട്. ഇട്ടിട്ട് ഉണങ്ങിയില്ലെങ്കിൽ പണി കിട്ടും. മഴക്കാര്. ഇത് നിന്റെ ഡ്രസ്സാണോ? അതെ, കണ്ടിട്ടില്ലേ? ഇതെനിക്ക് പാകാവല്ലോ. നല്ല രസമുണ്ടല്ലോ. ഇത് എന്റെ സൈസ്, നിനക്ക് ബെസ്റ്റ് ആയിരിക്കും. അത് പറഞ്ഞപ്പോഴാ നീ നല്ല സ്ലിം ആയിട്ടാ. എന്ത്? എനിക്കൊന്നും തോന്നണില്ല. ഞാൻ കണ്ടല്ലേ. എടാ നിന്റെ ചെവിയുടെ അവിടെ എന്താ ഇരിക്കണേ? എന്താ ചെവിയിലെന്താ? അല്ല, കിളി പറന്നേ പൂച്ചി പൂച്ചി. എടാ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നേ, നമ്മളിപ്പോ ഇവിടെ ആക്ച്വലി ഭയങ്കര ഫ്രീ അല്ല. പണി വേണമെങ്കിൽ അപ്പൊ തരാം. അതല്ല കുരങ്ങേ, നീ ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളിപ്പോ ഇവിടെ ഒരുമിച്ച് താമസിക്കുന്നു. നമുക്ക് രണ്ടുപേർക്കൊരു ജോലിയുണ്ട്. പിന്നെ ഇപ്പം ആരെയും പേടിക്കേണ്ട കാര്യമില്ല. സോ യുനോ, നമ്മളാ മാറ്റി വെച്ച സ്റ്റെപ്പിനെ കുറിച്ച് ചിന്തിച്ചൂടെ? ഞാനങ്ങനെ ആലോചിച്ചില്ല. ഞാൻ ആലോചിച്ചു. എല്ലാ ദിവസവും ആലോചിക്കും. യുനോ, കുറേ നാളായില്ലേ? കുറേ നാളായി. ആക്ച്വലി ഞാൻ ഓക്കെയാണ്. ആണോ? എടാ ഞാൻ നിനക്ക് ഇവിടെ മറ്റേ പ്രൈവസിയുടെ പ്രശ്നമൊക്കെ ഉണ്ടാവും വിചാരിച്ചിട്ടാണ് ഒരു സ്റ്റാർട്ടിങ് ഇടാതിരുന്നത്. ഇപ്പൊ കുഴപ്പമില്ലല്ലോ. റൂമിൽ ലക്കിയില്ല. ലക്കി വരുമ്പോ ലക്കിയോടും പറയണം. പിന്നെ ചേട്ടനോട് എന്തായാലും പറയണം. ഇതൊക്കെ ചേട്ടനോട് പറയൂ? ഇതെന്ത് കുടുംബം? ഞങ്ങളുടെ കുടുംബം അങ്ങനെയാ. പിന്നെ ചേട്ടന്റെ സമ്മതമില്ലാതെ ഞാൻ കല്യാണത്തിനൊന്നും സമ്മതിക്കില്ല. ഞാൻ ഇവിടെ ഇല്ല. പിന്നെ എന്തിന്റെ കുറവാ വിക്കുള്ളേ? കുറവ്
അത് തന്നെ കാര്യം. ആ സമയ അതെ, നേരത്തെ എന്തിനാ ഞാൻ വാതിൽ തുറന്നപ്പോ എന്നെ ചവിട്ടി പുറത്താക്കി? ഞാൻ കാണാൻ പാടില്ലാത്തൊന്നും അല്ലല്ലോ. എന്ന് വെച്ച് ഇപ്പൊ വേണ്ടല്ലോ. ഇപ്പൊ വേണമെങ്കിലോ? വീട് DIG ഉണ്ട് അവിടെ. അവനൊക്കെ പോയി. അയ്യേ, DIG കാണും. ഒന്ന് വീട് കാണില്ല, അവൻ പോയെന്ന്. അയ്യേ, ഒന്ന് പോവി. എവിടെ അവൻ? ഇത് നീ ഇപ്പ അലക്കിട്ട തുണിയാണോ? എന്നാ ഒന്നുകൂടി അലക്കിട്ട് വരാം. നീയല്ലോടാ സാംസൺ ജോർജ് അല്ലേ? അല്ല, അത് വേറെ ആളാ. ബെസ്റ്റ്. പിന്നെ നീ ആര്? വെള്ളാട്ട പോക്കറ വിൽക്കുന്ന? നല്ല ടെൻഷനിലാണല്ലോ. എന്താണ് കാര്യം പറ. എടാ, ഇനി കാര്യം പറയാൻ 4 വട്ടം ചോദിക്കണം. പറയടാ പറയടാ അഞ്ജുവിനെ എന്നെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. എന്ത്? പിന്നെ ആടാ, ഞാൻ നമ്മളെ മീറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. നീ എന്തിനാണ് അവളെ മീറ്റ് ചെയ്യാൻ പോയത്? അങ്ങനെയല്ല, അത് മറ്റേ ആ കഴിഞ്ഞ സീനിന് സോറി പറയാണ്ട് വിളിച്ചാൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെറിയൊരു സീനിൽ കിട്ടി. ഉറപ്പാണ്. നീ എന്ത് ചെയ്യും? നിനക്കവളോട് എന്തെങ്കിലും? എനിക്കെന്ത്? പിന്നെന്താ പ്രശ്നം? എന്നാ അവൾ ഉച്ചയ്ക്ക് ശേഷം സിനിമയ്ക്ക് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിനക്കൊന്ന് ഉച്ചക്ക് ഡ്യൂട്ടി ഇല്ലേ? അതൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ലീവ് എടുത്തിട്ട് ചെല്ലണമെന്ന് എന്തോ പറയാനുള്ള പ്ലാനാണ്. അമ്പോ, ഇപ്പോഴേ ഇത്ര കൺട്രോളിങ്ങാ? അളിയാ, നിനക്ക് ഒരുപാട് ഡ്രീംസുകളാണ്, നീ മറക്കരുത്. ഒരു പെണ്ണ് ലൈഫിൽ വന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. കംപ്ലീറ്റ് കാര്യങ്ങൾ അവതാളത്തിലാവും. അപ്പോൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ കാര്യം ഓർമ്മയില്ല നിനക്ക്? അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. നീ പോയി സിനിമയ്ക്കൊന്നും കയറണ്ട. അതിന് മുമ്പ് എന്നെ പറ്റില്ല എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യും. എന്ത് പറയും? അതിപ്പം നിനക്ക് വേറെ ലൈൻ ഉണ്ടെന്ന് പറ. ആരാന്ന് പറയും? എടാ, എന്തെങ്കിലും ഒരു പേര് പറടാ. എന്ത് പേര് പറയും? അമ്മിണി കുമ്പി എന്ന് പറ. എടാ, ഒരു പേര് പറയാറിനൂടെ? ഞാൻ ഈ കള്ളം പറയാൻ എൻ്റെ അത്ര ആയിട്ടില്ല. അതല്ലെങ്കിലും പ്രാക്ടീസ് ഇല്ലാതെ കള്ളം പറഞ്ഞാൽ ശരിയാവില്ല. നിനക്ക് ചൊവ്വാ ദോഷാണെന്ന് പറ. ഞങ്ങളത് നോക്കാറില്ലടാ. കൊല്ല്. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞാലോ? അത് മതി. നീ ഉള്ള കാര്യം പറ. നീ ബിസിയാണ്, നിനക്കൊരു ഡ്രീം ഉണ്ട്, പിന്നെ നിന്റെ മറ്റേ കോടീശ്വരനാവാനുള്ള അത്യാഗ്രഹം, അതൊക്കെ പറ. ശരിയാണല്ലോ. ശരിക്കുള്ള കാര്യം പറഞ്ഞാൽ പോരെ? ഇപ്പോഴാ മനസ്സിലായത്. അത് മാത്രമല്ല, ഇനിയിപ്പോൾ നിനക്ക് ടെൻഷനാണെങ്കിൽ സിനിമയ്ക്ക് വേണമെങ്കിൽ ഞാൻ പോയിട്ട് ഞാനാകുമ്പോൾ ഒരു നാക്കിൽ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ എളുപ്പമായിരിക്കും. അതാണ്ടാ, ഞാൻ തന്നെ പറഞ്ഞോളാം. ആണോ? ഓക്കെ. ലാസ്റ്റത്തെ മാത്രം ഏറ്റില്ല. ഹലോ അഞ്ജു.